തമിഴ്നാട്ടിലെ പൂജക്കായിട്ട് ആ വീട്ടിൽ ചെന്നപ്പോഴേ അവിടുത്തെ ആള് ഗുരുനാഥനായിട്ട് കണ്ട് മനുസ്വാമിയുടെ ഫോട്ടോ ഒക്കെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഹായ് നമസ്കാരം. നമ്മളെ ഇന്ന് കോയമ്പത്തൂർ ഭാഗത്ത് നമ്മുടെ തിരുപ്പൂർ എത്തുന്നതിന് മുമ്പായിട്ടുള്ള ഒരു സ്ഥലത്താണ് ട്ടോ പൂജയുടെ ആവശ്യമായിട്ട് എത്തിയത്. അപ്പൊ നമ്മൾ പോകുന്ന വഴിയിൽ ആ റോട്ടിൽ കയറി കഴിഞ്ഞപ്പോഴും നമ്മളുടെ വണ്ടിയുടെ മൈലേജാണ് ഈ കാണിക്കുന്നത്. വണ്ടിക്ക് എന്തെങ്കിലും പറ്റിയതാണോ ഇല്ലെങ്കിൽ അത് ശരിക്കും കിട്ടിയതാണോന്ന് അറിയാൻ പാടില്ല. അപ്പൊ അതൊരു കൗതുകമായിട്ട് കണ്ടുകൊണ്ട് അതൊന്ന് എടുത്തു വെച്ചതാണ്. അപ്പൊ നമ്മളവിടെ എത്തി. ആ സ്ഥലത്താണ് ട്ടോ ഈ കാണുന്ന പ്രദേശമാണ് നമ്മൾ താമസിച്ചത്. അങ്ങനെ അവിടെ നിന്ന് ആ പൂജാ സ്ഥലത്ത് ചെന്ന് വണ്ടിയൊക്കെ ഒതുക്കി സാധനങ്ങളൊക്കെ നമ്മൾ ഇറക്കിയിട്ട് കയറി ചെല്ലുമ്പോൾ കണ്ട ഒരു മനോഹരമായിട്ട് കോലമൊക്കെ വരച്ചിട്ടുണ്ട്. അതുപോലെ അവിടുത്തെ മുല്ലപ്പൂ കൊണ്ടുള്ളൊരു മാല കെട്ടി വെച്ചേക്കുന്നതിനെ കണ്ടേട്ടോ. നമ്മൾ ഒരുക്കി പൂജാകാര്യങ്ങളൊക്കെ ആരംഭിച്ച് അവിടെ ഒരു വാരാഹി ദേവിയുടെയും അതുപോലെ ഒരു ഗണപതിയുടെയും കുടിയിരുത്തലുമായി ബന്ധപ്പെട്ടാണ് പൂജകൾ ഉണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ജീവാവാഹനയൊക്കെ കഴിച്ച് ആ ഒഴിവൊക്കെ നോക്കി ആ കുടിയിരുത്തൽ ചടങ്ങിലേക്ക് കടന്നു. അപ്പം ഇവിടത്തെ ഗ്രഹനാഥൻ എന്ന് പറയുന്നത് നമ്മളുടെ അവിടുത്തെ തമിഴ്നാട്ടിലെ ഒരു പൂജാരി കൂടിയാണ്. അപ്പം ആള് പല ഉപദേശങ്ങളും നമ്മുടെ മനുസ്വാമിയുടെ നിന്ന് വാങ്ങുകയും ഗുരുനാഥനായിട്ട് ആളെ കണ്ടുകൊണ്ട് കുറെ കാര്യങ്ങൾ പഠിക്കുകയൊക്കെ ചെയ്ത്. അപ്പം അങ്ങനെ ദേവിയുടെ കുടിയിരുത്തലും ആയി ബന്ധപ്പെട്ട് മനുസ്വാമി എന്നെ അത് ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളെല്ലാവരും കൂടി ആ ചടങ്ങിന് വേണ്ടിയിട്ട് തമിഴ്നാട്ടിലെത്തിയത്. ഇവിടുത്തെ ഒരുപാട് പുരോഹിതന്മാരെയൊക്കെ പരിചയപ്പെടാൻ പറ്റി. പിന്നെ നമ്മൾ പോകുന്ന വഴിയിൽ ദാഹിച്ച് കഴിഞ്ഞപ്പോൾ ജ്യൂസ് കുടിക്കാമെന്ന് വിചാരിച്ച് കയറിയതാണ്. നല്ല ജ്യൂസായിരുന്നു. അങ്ങനെ എന്തായാലും കോയമ്പത്തൂർ വന്നതാണല്ലോ. പോകുന്ന വഴിയിൽ ഇഷ ആദിയോഗിയിലും കൂടി ഒന്ന് കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവിടെയും കയറിയിട്ടാണ് വീട്ടിലേക്ക് മടങ്ങി.